ഇന്ന് നമ്മുടെ അതിഥികളായിത്തിരിക്കുന്നത് പതിവിന് വിപരീതമായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട താരങ്ങളാണ്. So let me introduce them. First of all, it's my pleasure to introduce Tesni Khan ചേച്ചി, our dearest Tesni Khan ചേച്ചി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ തെസ്നി ചേച്ചി? ഓണത്തിന്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കുള്ള ഏറ്റവും വിശേഷം ഇവരോടൊപ്പം ഇങ്ങനെ നിന്ന് നല്ലൊരു പായസമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. അതാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് കൂടുമല്ലേ, അത് ഭയങ്കര സന്തോഷമാണ്. വെരി നൈസ്. ഏത് പായസമായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഏത്തപ്പഴം ചൗവരി പായസമാണ് ഉണ്ടാക്കുന്നത്. ഓ അത് ശരി. അത്യാവശ്യം ആരോഗ്യത്തിനൊക്കെ മലബാർ ഭാഗത്ത് കൂടുതൽ എല്ലാവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഏത്തപ്പഴം പുഴുങ്ങിയത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പായസമാണ്. മലബാർ സൈഡിലാണ് ഈ പായസം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതും. ഈ ഭാഗത്തേക്ക് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ. ഓക്കെ, അപ്പോൾ സ്പെഷ്യലി ഒരു മലബാർ ഏരിയ സ്പെഷ്യൽ ആണ്. അതെ അതെ അതെ. എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ്? ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങിയത്, അത് അധികം പച്ചയല്ല അധികം പഴുത്തതും അല്ലാത്ത ഇടത്തരം ഏത്തപ്പഴം എടുത്ത് നന്നായിട്ട് പുഴുങ്ങിയത്. ചൗവരി ഒന്ന് പാലിൽ കുറുങ്ങനെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ചൗവരി അത് സാവുനരി എന്നും പറയും അതിന്. ചൗവരി കൂടാണ്ട് സാവുനരി എന്നൊരു പേരുണ്ട്. ഇവിടെ ചൗവരി വളരെ ഫേമസ് ആണ്. അതെ. പിന്നെ പഞ്ചസാര വേണം, കശുവണ്ടി വേണം, ഏലക്കാപ്പൊടി, നെയ്യ്, കിസ്മിസ്, കുറച്ച് ഉപ്പ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ രശ്മി ബോബൻ. നമസ്കാരം. രശ്മി ചേച്ചി പറയൂ, സാധാരണ എങ്ങനെയാണ് ഓണത്തിന് വീട്ടിലുണ്ടാവാറുണ്ടോ അതോ? കൂടുതലും ഇപ്പം ഷൂട്ട് സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ലൊക്കേഷനിലായിരിക്കും. പക്ഷെ ഞാൻ കൂടുതലും ഓണം കുടുംബത്തോടൊപ്പം തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോൾ ഹസ്ബൻഡ്, എൻ്റെ രണ്ട് മക്കളുണ്ട്. രണ്ട് ആൺകുട്ടികളാണ്. 9th സ്റ്റാൻഡേർഡിൽ നിതീഷും 5th സ്റ്റാൻഡേർഡിൽ ആകാശും. അവർക്ക് പായസമൊക്കെ കുടിക്കാൻ ഇഷ്ടമാണോ? പായസമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മധുരത്തോട് പൊതുവെ ഹസ്ബൻഡിനും മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സദ്യയോട് മൊത്തത്തിൽ വലിയ താല്പര്യമില്ലെങ്കിലും പായസം ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയാണ് ഇന്ന് ഏത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ആക്ച്വലി ഞാൻ വിചാരിച്ചു നമ്മള് സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചെയ്ത് ക്ഷീണിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പായസങ്ങളിൽ ഒന്നായ ക്യാരറ്റ് കൊണ്ടുള്ളൊരു പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. സാധാരണ പിള്ളേർക്കൊക്കെ ക്യാരറ്റ് പച്ചക്കോ അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കൊടുക്കാൻ പോയാൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. ക്യാരറ്റ് കഴിക്കാൻ പൊതുവെ വീട്ടിലിപ്പം എൻ്റെ അവിടെ മൂത്ത മോന് ക്യാരറ്റിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ക്യാരറ്റ് ഹൽവയോ അല്ലെങ്കിൽ ക്യാരറ്റ് പായസമോ ആക്കിയാൽ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബുദ്ധി. ഇൻഗ്രീഡിയൻസ് പറഞ്ഞോളൂ. ഇപ്പം ക്യാരറ്റ് പായസത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഗ്രേറ്റഡ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആണ്. പിന്നെ ഷുഗർ, ഗീ, കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് സാഫ്രൺ വേണം, ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സീമാജി നായർ. സീമ ചേച്ചി പറയൂ. നമസ്കാരം പറയണ്ടേ? ആദ്യം നമസ്കാരം പറഞ്ഞോളൂ. പറയൂ, ഓണവിശേഷങ്ങൾ പറയൂ. എങ്ങനെയാണ് സാധാരണ ഓണം ആഘോഷിക്കാറ്? ഓണം ഈ പറഞ്ഞ പോലെ, രശ്മി പറഞ്ഞ പോലെ കഴിയുന്നത് വന്ന് ഷൂട്ടിങ്ങിന് പോവാറില്ല. വീട്ടിൽ മോനാണുള്ളത്. അപ്പോൾ മോൻ്റെ കൂടെ ഓണം ആഘോഷിക്കണം എന്നാണ് ആഗ്രഹം. പ്രേക്ഷകര് ചേച്ചിയുടെ പായസം എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ പായസം? പായസം വേറൊരു സംഭവമാണ്. ഇങ്ങനെ പഠിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നത് ചീറ്റിപ്പോയി, കിട്ടിയില്ല സാധനം. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസം പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചതാണ് നല്ലത്. എല്ലാവർക്കും അതായിരിക്കും. കാരണം ഇവിടെ രണ്ടുപേരും പറഞ്ഞു എളുപ്പത്തിൽ. അപ്പൊ അവരുടെ വാക്ക് കടമെടുത്ത് ഞാനും പറഞ്ഞു എളുപ്പത്തിൽ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. എന്ത് പായസമാണ്? റവ എങ്ങനെ? ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് പറഞ്ഞു. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, നട്ട്സ് ഉണ്ട്, കോക്കനട്ട് മിൽക്ക് ഉണ്ട്, പിന്നെ ഏലക്കാപ്പൊടി, പഞ്ചസാര, റവ. ഓക്കെ ശരി. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, സ്വീറ്റസ്റ്റ് ഡിംപിൾ കുട്ടി, സ്വാഗതം. താങ്ക് യു. എവിടെയാ ഡിംപിൾ താമസിക്കുന്നത്? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ പ്രോപ്പർ സിറ്റിയിലാണ്. അവിടെയൊക്കെ എങ്ങനെയാണ്? തൃശ്ശൂർ വളരെ ഫേമസ് ആണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. വളരെ ഫേമസ്. പുലിക്കളി ഉണ്ട്, കുമ്മാട്ടിക്കളി, കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് തൃശ്ശൂർക്കാർക്ക്. ഡിംപിൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കണേ? എനിക്ക് കൂടുതലും ഓണം ആഘോഷിക്കാൻ വീട്ടിൽ തന്നെ ആഘോഷിക്കാനാണ് ഇഷ്ടം. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ആഘോഷിക്കുന്ന കൂട്ടത്തിലാണോ?
അത് പൂക്കളം പൂക്കളമൊക്കെ ഇടാറുണ്ട്. ഓണത്തപ്പനൊക്കെ വെച്ച്. അതെ അതെ, അങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. 10 ദിവസം മാക്സിമം പൂക്കളിടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ സദ്യ വെക്കാറുണ്ട്. ഊഞ്ഞാലാട്ടം ഇപ്പം ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്സ് പായസം കൊണ്ടാണ് വന്നിരിക്കുന്നത്. വാവ്, വെരി നൈസ്. ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞോളൂ എല്ലാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാല്, പഞ്ചസാര, നെയ്യ്, കണ്ടൻസ് മിൽക്ക്, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, കാഷ്നട്ടും റൈസ്. ഡേറ്റ്സ് ശരിക്കും നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി ആണ്, ഡെലീഷ്യസ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ 4 പ്രിയപ്പെട്ട താരങ്ങളും 4 ഡിഫറെൻറ്റ് തരത്തിലുള്ള പായസങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ കുക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ നോട്ട് ചെയ്യാൻ നിങ്ങളും റെഡി ആയിക്കോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സീമ ചേച്ചി, എന്താ ആദ്യം ചെയ്തത്? വെള്ളം ഒഴിച്ചു. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈ റവ വറക്കുന്നില്ല. വറക്കണ്ട? വറക്കുന്നില്ല. അപ്പൊ വറുക്കാത്ത റവയാണ് വാങ്ങിക്കേണ്ടത്. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വറുത്ത റവയല്ലേ ചോദിച്ചു മേടിക്കുന്നത്. അല്ല, ഇപ്പൊ ഇനിയിപ്പം വറുത്ത റവ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോ ഇതിനകത്ത് നമ്മൾ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളത്തിൽ ഇത് പയ്യെ വേകട്ടെ. രശ്മി ചേച്ചി, ഞാൻ തുടങ്ങി. നെയ്യ് ഒഴിച്ചു ഒരു 4-5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 7 to 10 മിനിറ്റ്സ് ഇട്ട് വഴറ്റണം. അതിന്റെ ആ പച്ച ചൊവയില്ലേ, ആക്ച്വലി അതാണ് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത. രക്ഷയില്ല. ആ പച്ച ചൊവ മാറാൻ വേണ്ടിയിട്ട് ഒരു 7 to 10 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ആദ്യം പാലൊഴിച്ചു. ഞാൻ ചൗരി ഹാഫ് വേവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ അതിൻ്റെ ഒരു? അതിപ്പം പാലില് നമ്മളിത് നന്നായിട്ട് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കൂലേ, അതുപോലെ ഇങ്ങനെ ഈ ചൗവരി വേവിച്ച് ചൗവരി ഇങ്ങനെ കുറുക്കി കൊടുക്കണം. കുറുക്ക നന്നായിട്ട് ഇങ്ങനെ ക്വാണ്ടിറ്റി എടുക്കണം. ചൊവ്വരി ഒരു ഗ്ലാസ് ചൗവരി മതി. ഒരു ഗ്ലാസ് ഒരു ബൗൾ ചൗവരിക്ക് ഒരു 2-3-4 കപ്പ് പാല്. അത് നമ്മൾ ഈ ചൗവരിക്ക് അനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഹായ്, ഞാൻ ഇവിടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് നെയ്യിലാണ്. ഓക്കെ, മാറ്റി വെച്ചു. അതെ, അധികം അത് ഇതാവരുത് അല്ലേ? ഒരുപാട് കരിഞ്ഞു പോവരുത്. ഇനി നമുക്ക് ഡേറ്റ്സ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നെയ്യിൽ തന്നെ? നെയ്യാണ് മൊത്തം പായസത്തിൽ. ഇട്ടോളൂ. നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തതാണ്. അപ്പം എന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഓക്കെ. സിമ ചേച്ചി, എങ്ങനെയാ കുക്കിംഗ് ഇഷ്ടമാണോ എന്നുള്ള ചോദ്യം അസ്ഥാനത്താണെന്ന് എനിക്കറിയാം. കുക്കിംഗ് ഇഷ്ടമാണ്. അതാണ് ശരിക്കും പറഞ്ഞ ഹോബി. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കും, എന്നിട്ട് മകന് പരീക്ഷണ വസ്തു. ഇതിപ്പോ ഞാനാണോ പരീക്ഷണ വസ്തു, അതോ ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടാണോ? ആദ്യമായിട്ട് ഉണ്ടാക്കും. എനിക്കിഷ്ടപ്പെട്ടു. ഇതിന്റെ ഗുണവും ദോഷവും സംഗീതയ്ക്ക്. വെരി നൈസ്. റവ വെന്ത് വന്നപ്പം നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ശരിക്കും അതിനകത്ത് മറ്റേ കണ്ടൻസ്ഡ് മിൽക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ മധുരം നോക്കിയിട്ടൊക്കെ ഇടാൻ പാടുള്ളൂ, അല്ല ഓവറായിട്ട് പോകും. ഇതിപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു വെന്ത് ഇതായപ്പം ഇത് കോക്കനട്ട് മിൽക്കാണ്. സംഗീതം വന്നപ്പോൾ ഞാൻ നെയ്യിലത് വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം അതിന് ആ ഒരു പച്ച സ്മെല്ല് പോയതിനു ശേഷം ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു. നമ്മൾ പായസത്തിന് യൂസ് ചെയ്യുന്ന ഫുൾ പാല് വേണ്ട, ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കുറച്ചും കൂടി ഗ്രേറ്റ് ചെയ്തല്ലോ നമ്മൾ, എന്നാലും കുറച്ചും കൂടി ഒരു സ്മാഷ് ആവുന്ന രീതിയിൽ ആ പാല് വറ്റിച്ചെടുക്കണം. ഇത് ഭയങ്കര ഡെവലപ്മെന്റ്സ് ആണല്ലോ. ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. പായസം ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു. അതേ പറഞ്ഞില്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും.
കാരണം ആ ചൊവ്വരി ചൊവ്വരി നന്നായിട്ട് കുറുകി കുട്ടികളുടെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ അതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അധികം കുറുകാതില്ലെങ്കിൽ ആവശ്യത്തിനുള്ള പാല് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോക്കി നോക്കി കട്ട കുത്താതിരിക്കണം, നമ്മളെപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ട പിടിക്കരുത്. പിന്നെ ഞാൻ പുഴുങ്ങിയ ഏത്തപ്പഴം ഇല്ലേ, അത് ചെറിയ പീസായിട്ട് ഇതിൻ്റെ അകത്ത് നുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പശുനെയ്യ്, പിന്നെ കശുവണ്ടി, കിസ്മിസ് എല്ലാം കൂടി താളിച്ചിട്ട് ഇതിലൊഴിക്കണം. ഇപ്പോൾ സംഗീത നേരത്തെ ചോദിച്ചപ്പോൾ ആ സമയത്ത് ഇതിൽ പാലൊഴിച്ചിട്ട് അതിനെ വേവിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തു. അത് കുറച്ച് നേരം കുറച്ചൊരു കാരമലൈസേഷൻ പോലെ വരും, ബ്രൗൺ കളറായി മാറും. അങ്ങനെ ആയി കഴിഞ്ഞ ശേഷം ബാക്കി ആവശ്യത്തിനുള്ള പാല് ഒഴിച്ചു. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ചെറിയ ചൂട് പാലില് നമ്മൾ കുങ്കുമപ്പൂ അതിട്ടിരിക്കുന്നു. ഓൾറെഡി നെയ്യിന്റെയും ക്യാരറ്റിന്റെയും നല്ല കളർ ഉണ്ടെങ്കിലും ഗുണവും കിട്ടും, സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ അതിന്റെ ഒരു കളർ ആക്ച്വലി ഇതിന് നല്ലൊരു കളറിംഗ് ഏജന്റ് ആണല്ലോ. അതോടെ നമ്മുടെ പായസം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ അതിന്റെ മുകളിൽ നട്ട്സും റൈസിൻസും അത് വറുക്കണ്ടേ, വറുത്തിട്ടാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് ഈ കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. ഓക്കെ, അത് എപ്പോഴാണ് ചേർക്കേണ്ടത്? ഓൾമോസ്റ്റ് എല്ലാം പാല് കുറച്ച് കുറുകുമല്ലോ, അപ്പം അത് കുറുകാൻ കുറച്ച് സമയം എടുക്കും. ശരി. എന്റെ പായസം കഴിഞ്ഞല്ലോ. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. ആയിക്കോട്ടെ. കളർഫുൾ യമ്മി. ഇവിടെ റെഡിയായി. ഓ പിന്നെ ഇതെന്ത് താമസം, പെട്ടെന്ന് ആവത്തില്ലേ ചേച്ചി? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്ത്? നാല് താരങ്ങൾ, 4 പായസങ്ങൾ. അപ്പോൾ വാട്ട് നെക്സ്റ്റ്? എൻ്റെ പ്രധാനപ്പെട്ട ജോലിയിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. ഡിംപിൾ, ഐ എം കമ്മിങ്. വരൂ കഴിച്ചു നോക്കൂ. താങ്ക് യു. Wow, so yummy. താങ്ക് യു. ഭയങ്കര ടേസ്റ്റ്. ഞാൻ വെറുതെ പറയല്ല, ഭയങ്കര ടേസ്റ്റ്. സൂപ്പറായിന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുക്കിംഗ് ഒരു ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഒരു രീതിയൊക്കെ ഒന്ന് പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് റീവാമ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാഷ്നട്ടും റൈസിൻസും നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നെയ്യിൽ തന്നെ ഡേറ്റ്സ് നന്നായിട്ട് വഴറ്റി, പിന്നെ കുറച്ച് ഒഴിച്ച് പഞ്ചസാര ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ജ്യൂസി ആവുന്ന വരെ സ്മാഷ് ചെയ്യുന്ന പോലെ വേവണം. അത് കഴിഞ്ഞിട്ട് പാലൊഴിച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് വേണമെങ്കിൽ മാത്രം ഷുഗർ ആഡ് ചെയ്താൽ മതി. ചിലർക്ക് അത്ര സ്വീറ്റ്നെസ് ഇഷ്ടം ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി നന്നായി കുറുകി വരുന്നത് വരെ നന്നായിട്ട് അടിപിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. നീമ ചേച്ചി എന്താ ചിരിക്കണേ? ഒന്നുമില്ല. അല്ല അവിടെ പറഞ്ഞില്ലേ തരൂല്ല. ഇപ്പൊ പഠിച്ചു വെച്ച എക്സ്പ്രഷനിൽ ഏറ്റവും നല്ലത് ഇതാണല്ലോ ബെസ്റ്റ് പായസം. വാവ് എന്നൊക്കെ പറയണം. തീർച്ചയായിട്ടും. വാവ് പറ. ഇത് ചുമ്മാ വെരി നൈസ്. ഇല്ല, ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റുണ്ട്, ഹെൽത്തിയാണ്. റവ തീരെ കാലോറിക്കല്ല അല്ലേ? നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം വീട്ടിൽ. ഇത്രയും ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് പ്രേക്ഷകർക്ക് മിസ്സാവരുത്. ഒന്നുകൂടി പറഞ്ഞോളൂ. അല്ല, വെള്ളത്തിൽ ആദ്യം റവ വേവിക്കുക. അതിനുശേഷം റവ കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുക. അത് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആ കുറുകി വരുന്ന ഒരു സന്ദർഭത്തിൽ വാങ്ങി വെക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. അപ്പം മധുരം ചേർക്കുമ്പം ചിലവർക്ക് ഇങ്ങനെ ഷുഗർ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ലല്ലോ. പിന്നെ ഏലക്കാപ്പൊടിയും കാഷ്നട്ടും എല്ലാം കൂടെ വറുത്ത് അതിൻ്റെ മുകളിൽ ഇടുക. നമ്മുടെ രശ്മി ചേച്ചിയുടെ പൂക്കളം പോലത്തെ പായസം, വളരെ കളർഫുൾ ആയിട്ടുള്ള പായസം. ഹെൽത്തിയാണ് ഓഫ് കോഴ്സ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. കറക്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നമ്മുടെ ക്യാരറ്റ് ഹലുവ ലിക്വിഡ് ഫോമിൽ കഴിക്കണ പോലെ ഉണ്ട്. അതന്നെ ക്യാരറ്റ് ഹൽവയുടെ വേറൊരു വേർഷൻ. പ്രേക്ഷകർക്കായിട്ട് എൻ്റെ ഒരു കുക്കിംഗ് സ്റ്റൈലും കൂടി ഒന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, ഒരു 3-4 ടീസ്പൂൺ നെയ്യിൽ നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുന്നവരെ വഴറ്റി കഴിഞ്ഞിട്ട് ഒരു കപ്പ് പാലിൽ ഒഴിക്കും ഇതിലേക്ക്. പിന്നെ അതൊന്ന് കുറുകി നന്നായി സ്മാഷ് ആവുന്ന സമയത്തേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്തു. ഷുഗർ ഈ പറയുന്ന പോലെ ക്യാരറ്റിൽ ഓൾറെഡി സ്വീറ്റാണ്, അപ്പോൾ ഷുഗർ നോക്കി ആവശ്യത്തിന് ഇട്ടാൽ മതി. അതൊന്ന് കാരമലൈസ് ആയി വരുമ്പോൾ ബാക്കിയുള്ള പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ ചെറിയ ചൂട് പാലിൽ സാഫ്രൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചും കൂടി കളർ ആഡ് ചെയ്യും. ഓൾറെഡി ഇത് നല്ല കളർഫുള്ളാണ്, കുറച്ചും കൂടി കളർ ആഡ് ഓൺ ചെയ്യും. ആ സാഫ്രോൺ നമ്മുടെ കളറിനും വളരെ നല്ലതാണ്. ആ സാഫ്രോൺ ചേർത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഞാൻ പൗഡർ ചെയ്ത കാർഡമൻ പൗഡർ ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടായിരുന്നു. ആക്ച്വലി അത് ഓപ്ഷണലാണ്. മധുരം ഇഷ്ടപ്പെടുന്ന, കാരണം എൻ്റെ വീട്ടിൽ മധുരം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ടീമുകളായതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടത്. കുറച്ചുകൂടി കുറുകാം അല്ലേ? കുറുകും, ഇത് കുറച്ചും കൂടി കുറുകണം. നമുക്കിപ്പം ഇവിടുത്തെ ഒരു പരിമിതമായ കാരണം ഇത്ര വാട്ടർ ഇല്ല, ഇതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുറുകിയ കൺസിസ്റ്റൻസിയാണ് വരിക. ഇത്രയേ ഉള്ളൂ. പിന്നെ നെയ്യിൽ നമ്മൾ കാഷ്നട്ടും റൈസൻസും വറുത്തിട്ട് സാധനം റെഡി. ഇത്രയേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം. തന്നോളൂ. നമ്മളൊക്കെ തിരക്കേറിയ മറ്റു പ്രൊഫഷനുകളിൽ നിന്നും വരുന്നവർ ഇത്രയും സമയം കണ്ടെത്തി ഇത്രയൊക്കെ പരീക്ഷണങ്ങളും ഇത്രയും വിജയകരമായി ചെയ്യുന്നില്ല. അതൊക്കെ വലിയ കാര്യമല്ലേ? പറയുന്ന വലിയ ഭാരിച്ച പണിയൊന്നുമല്ല അല്ലേ? പെട്ടെന്ന് ചെയ്യാവുന്ന, നമുക്കൊരു ഇഷ്ടം ഉണ്ടായി, സമയവും വേണം, പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെ ഇഷ്ടായോ? ഞാൻ മധുരം പഞ്ചസാര ഞാൻ കുറച്ചിട്ടുള്ളൂ, കാരണം ഷുഗർ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും കുടിക്കാലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പൊ ഒന്നുകൂടി ഇതിന്റെ ഒരു അപ്പൊ നമ്മൾ ചവ്വരി ഒന്ന് പാലിൽ കുറുകി ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചവ്വരി വീണ്ടും ഇട്ട് ഞാനത് കുറച്ചും കൂടി പാലൊഴിച്ച് അത് നന്നായിട്ട് കട്ട പിടിക്കും ആദ്യം ഇടുമ്പോൾ. പിന്നെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് കുറുകി എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഏത്തപ്പഴം, കുറച്ച് ഏലക്കാപ്പൊടി വിതരണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഏത്തപ്പഴം, അതായത് നല്ല പഴുത്തതും അല്ല പച്ചയല്ല, എന്നാലും ഇതിൻ്റെ കൂടെ മിക്സ് ആവുമ്പോൾ കുറച്ചും കൂടി ഒന്നും കൂടി വേവ് കിട്ടുള്ളൂ. അപ്പോൾ അധികം പഴുത്ത പഴം ആവരുത്. എന്നിട്ട് അതെല്ലാം കൂടി ഈ ഏത്തപ്പഴം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും നന്നായിട്ട് കുറുകിന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ നമ്മുടെ 4 പായസങ്ങൾ, സ്വാദിഷ്ടമായ 4 പായസങ്ങൾ വളരെ ടേസ്റ്റിയാണ്. ഞാൻ വെറുതെ പറയല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഇവരൊക്കെ പായസം ഉണ്ടാക്കി ക്ഷീണിച്ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്ക് വേണം. അപ്പം നിറപറ ഓണം പായസമേളയിൽ ഒരു ചിന്ന ബ്രേക്ക്. ഡോണ്ട് ഗോ അവേ. നിറപറ ഓണം പായസമേളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ 4 പായസങ്ങളും ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഡെലീഷ്യസ്, വെരി ഡെലീഷ്യസ്. അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ചേച്ചിമാരെ, ആദ്യം രശ്മി ചേച്ചി, പ്രേക്ഷകരോടായിട്ട് ഓണം മെസ്സേജ്. ഓണം മെസ്സേജ് എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ ഇത്തവണ. പിന്നെ പറയാനുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഈ പറയുന്ന പോലെ പിണക്കങ്ങളുള്ളതെല്ലാം മാറ്റി എല്ലാവരും നല്ല സ്നേഹത്തോടെ ജീവിക്കുക. ഇണക്കങ്ങൾ അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. അതെ ചേച്ചി. എനിക്കെന്താ പറയാനുള്ളത്? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറഞ്ഞ പോലെ ഇപ്പം ആരും അങ്ങനെ ഒന്നുപോലെയൊന്നുമല്ല. വളരെ കുറച്ച് അതൊക്കെ മാറ്റിയെടുത്ത് എല്ലാവരും ഇതുപോലെ ലക്ഷ്മി പറഞ്ഞ പോലെ ഇണക്കവും പിണക്കവും എല്ലാം മനുഷ്യരിലുണ്ടാവും. അതെല്ലാം മാറ്റിയെടുത്ത് നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് അതാവട്ടെ നമ്മുടെ ഓണം റെസൊല്യൂഷൻ. നമുക്ക് ഒരാളെ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ. നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, അതേപോലെ നല്ല കാര്യങ്ങൾ പറയുക, ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ടുള്ളത്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും കാണുമ്പോൾ, ഇപ്പം ഇവരൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് നാളായി കണ്ടിട്ട്. എക്സ്പീരിയൻസ് പായസം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിപ്പോൾ ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടേസ്റ്റ് മാത്രമല്ലേ നമുക്ക് എടുത്തു. ഇപ്പം 4 വെറൈറ്റി ടേസ്റ്റ് പായസം കുടിക്കാൻ പറ്റിയില്ലേ? പിന്നെ
എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ഞങ്ങളൊരു ജോളി മൂഡിലായിരുന്നു കുറേ നേരം, ഒരുപാട് വേറൊന്നുമില്ല. അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ പുതിയ 3 റെസിപ്പിക്ക് വേണ്ടി പഠിക്കാൻ പറ്റി, എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഈ ഓണത്തിൻ്റെ സ്പെഷ്യലാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. സീമ ചേച്ചി, ഇവരൊക്കെ പറഞ്ഞത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കടമെടുത്ത എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കടമെടുത്ത എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ഈ എന്താ പറയുന്നത്, നമ്മുടെ പുതുവത്സരമാണെന്ന് പറയും ചിങ്ങം 1. അപ്പം ഈ പുതിയ വർഷം എല്ലാവർക്കും, ഇപ്പം ഇവർക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല നല്ല വർക്കുകൾ ഉണ്ടാവട്ടെ. കുറേ തിരക്കുകൾ ഉണ്ടാവട്ടെ. എല്ലാവരെയും കാണാൻ സാധിച്ചു. എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. അതുപോലെ തന്നെ പ്രശ്നങ്ങളും വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് എല്ലാവരും കിടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്മയുള്ള കേരളം, അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. അതെ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഫ്ലവേഴ്സിന്റെ ആദ്യത്തെ ഓണമല്ലേ? തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് ടിവിയുടെ കന്നിയോണം. ആ കന്നി ഓണത്തിൽ ഞങ്ങൾക്ക് ശരിക്കും ഭാഗ്യമല്ലേ രശ്മി? അല്ലേ, നമുക്ക് പായസം ഉണ്ടാക്കാൻ മധുരം രണ്ടാമത്തെ ഓണത്തിന്റെ ആഘോഷം ഒരു മധുരം നൽകാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ 4 പേരും നിങ്ങളുടെ തിരക്കുകളിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് ഇങ്ങോട്ട് വന്നു. ഓണായിട്ട് നിങ്ങളെ വെറും കൈയോടെ എന്തായാലും ഞങ്ങൾ മടക്കി അയക്കില്ല. നിറവറ നൽകുന്ന ഗിഫ്റ്റുകളുണ്ട് 4 പേർക്കും. അത് നിറവറ ഓണം പായസമേളയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് എപ്പിസോഡ്. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് ടിവിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.